സമരം ചെയ്യുന്ന നഴ്സുമാരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാകാതെ ആശുപത്രി മാനേജ്മെന്റുകൾ. ഇന്നലെ നടന്ന ചർച്ചയിലും സർക്കാർ തലത്തിൽ തീരുമാനമെടുക്കട്ടെ എന്ന നിലപാടാണ് തൃശൂരിലെ ജൂബിലി മിഷൻ അമല ആശുപത്രി മാനേജ്മെന്റുകൾ സ്വീകരിച്ചത്. ഇതോടെ പ്രതിഷേധം ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തിന്റെ അരമനയിലേക്ക് വരെ നീണ്ടു. സമരം അവസാനിപ്പിക്കണമെന്ന ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ ആവശ്യം UNA തള്ളിയിട്ടുണ്ട്. തൃശൂരിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തുച്ഛക്കൂലിയുള്ള മാലാഖമാർ. ശമ്പള വർധനവും ഇടക്കാലാശ്വാസവും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നഴ്സുമാരുടെ UNA സമരം ജൂബിലി അമല ആശുപത്രികൾക്കെതിരെ തുടരുകയാണ്. ഇന്നലെ ബിഷപ്പ് ഹൗസിന് മുന്നിൽ വലിയ പ്രതിഷേധമാണ് നഴ്സുമാർ നടത്തിയത്. ആ പ്രതിഷേധം ഇന്ന് കളക്ടറേറ്റിന് മുൻപിലേക്ക് വഴിമാറുകയായിരുന്നു. നൂറിലധികം ദിനരാത്രങ്ങൾ മറ്റ് ആശുപത്രി മാനേജ്മെന്റുകൾ അംഗീകരിച്ച ശമ്പള പരിഷ്കരണ കരാർ അംഗീകരിക്കാൻ തൃശൂർ ജൂബിലി മിഷൻ അമല ആശുപത്രികൾ ഇന്നലെ നടന്ന ചർച്ചയിലും തയ്യാറായില്ല. പാതിരാത്രിയിലും കോരിച്ചൊരിയുന്ന മഴയത്തും ബിഷപ്പ് ഹൗസിന് മുൻപിൽ കുത്തിയിരുന്ന നഴ്സുമാരുടെ സമരവീര്യം. ഒടുവിൽ ജില്ലാ കളക്ടർ അടക്കം സ്ഥലത്തെത്തി മാരത്തൺ ചർച്ച. 2 ദിവസത്തിനകം പ്രശ്നപരിഹാരമെന്ന ഇന്നലെ പറഞ്ഞ ജില്ലാ കളക്ടറുടെ വാക്കുകൾ വിശ്വസിച്ച് സമരം താൽക്കാലികമായി നഴ്സുമാർ നിർത്തുകയായിരുന്നു. പക്ഷേ ഇന്നത്തെ ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ പ്രതികരണം പ്രശ്നപരിഹാരം നീളുമെന്ന സൂചനയാണ് നൽകുന്നത്. 100-105 ദിവസമായി ഇപ്പോൾ സമരം തുടരുന്നു. ഇത്ര നാളും 3 മാസം ഞങ്ങൾ വെയിലത്താണ് ഇരുന്നതിന്. മഴയൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. ഇപ്പോൾ മന്ത്രിതലത്തിൽ തീരുമാനം പറയാം. ഇവർ പറഞ്ഞ ഈ മന്ത്രിമാർ തന്നെയാണ് മുന്നേ നമ്മൾ കണ്ടതും ഈ ചർച്ചയ്ക്ക് വരും ഉറപ്പാക്കും എന്നൊക്കെ പറഞ്ഞ ആ മീറ്റിങ്ങുകളൊക്കെ മാറിപ്പോയിട്ടുള്ളത്. അപ്പോൾ ഇനി അങ്ങനെ ഒരു വിശ്വാസമായിട്ട് പോവാൻ ബുദ്ധിമുട്ടുണ്ട്. സംസ്ഥാനത്തെ മറ്റ് ആശുപത്രികളിലെ നഴ്സുമാർ വാങ്ങുന്നതിലും കൂടുതൽ ശമ്പളമാണ് തൃശൂർ ജൂബിലി അമല ആശുപത്രികളിലെ നഴ്സുമാർ വാങ്ങുന്നത് എന്നാണ് മാനേജ്മെന്റ് ന്യായീകരണം. ഈ സമരം തുടങ്ങുന്ന സമയത്ത് കേരളത്തിലെ ഏറ്റവും അധികം ശമ്പളം കൊടുത്തിരുന്ന സ്ഥാപനങ്ങളാണ് ജൂബിലിയും അമലയും. അതിൻ്റെ ഇടയിൽ എഗ്രിമെന്റ് ആയിട്ട് ആരൊക്കെയോ കൂട്ടിക്കൊടുത്തു എന്ന് പറയുന്നു. പക്ഷെ ഇപ്പോഴും കേരളത്തിലെ ഏറ്റവും അധികം ശമ്പളം കൊടുക്കുന്ന സ്ഥാപനങ്ങളിൽ പെട്ടവരാണ് ഞങ്ങൾ. സർക്കാർ തലത്തിൽ നിന്നുള്ള ഒരു തീരുമാനവും തങ്ങളെ അറിയിച്ചില്ലെന്നും സമരം തുടരുമെന്നും സമരക്കാരും പറയുന്നു. സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ അതിന് കൃത്യമായിട്ടുള്ളൊരു തീരുമാനം സംഘടനയ്ക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. അത് ലഭിക്കുന്നതനുസരിച്ച് സംഘടന ഒരു മീറ്റിംഗ് കൂടിയൊക്കെ ആലോചിച്ചിട്ട് എന്തായാലും സമരം നിർത്തുന്ന കാര്യം തീരുമാനിക്കുകയുള്ളൂ. ഒരാഴ്ച മുമ്പ് ആരോഗ്യമന്ത്രി പറഞ്ഞത് ഒരാഴ്ച കൊണ്ട് നഴ്സുമാരുടെ പ്രശ്നം തീർക്കുമെന്നാണ്. ഒരാഴ്ചയും കഴിഞ്ഞു, 2 ദിവസവും കഴിഞ്ഞു, പ്രശ്നം തീർന്നില്ല. ഏറ്റവും ഒടുവിലാണ് സമരത്തിന്റെ വ്യാപ്തി, ശക്തി വർദ്ധിച്ചത്. ഇപ്പോഴും ആരോഗ്യമന്ത്രി പറയുന്നു സമരം നിർത്തണമെന്ന്. ഒരാഴ്ച കൊണ്ട് പ്രശ്നപരിഹാരം ഉണ്ടാകും, ശമ്പള പരിഷ്കരണം ഉണ്ടാകുമെന്നാണ് ഉറപ്പ്. നഴ്സുമാർ പറയുന്നത് ഇടക്കാലാശ്വാസം മാത്രമല്ല, ശമ്പള പരിഷ്കരണവും വേണം. പക്ഷേ ഇക്കാര്യത്തിൽ ആരോഗ്യമന്ത്രിയുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഉറപ്പ് ലഭിക്കണം. അല്ലാതെ സമരത്തിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല എന്ന്. മണികണ്ഠനൊപ്പം ശ്രീകുമാരൻ, 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.